ഗൈസ്, രാവിലെ തന്നെ ഒരു പണി കിട്ടിയിരിക്കുകയാണ്. വണ്ടി ബ്രേക്ക് ഡൗൺ ആയിരിക്കുകയാണ്. അപ്പം നന്നാക്കാൻ നമ്മൾ വർക്ക്ഷോപ്പിൽ വിളിച്ചിട്ടുണ്ട്. അവരിപ്പോൾ വന്ന് നന്നാക്കുന്നതാണ്. മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും കരട് കയറിയതാണെന്നൊന്നും അറിയില്ല. ഓക്കെ, അപ്പം നമുക്ക് വർക്ക്ഷോപ്പിൽ ആൾ വരും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ നന്നാക്കുന്ന വീഡിയോസ് അടുത്ത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ മെക്കാനിക്കിൽ വന്നിരിക്കുകയാണ്. ഇപ്പം ഇത്തിരി നാളായി, 3 വർഷത്തിൽ കൂടുതലായി മെക്കാനിക്ക് നമ്മളിതിൽ പണി തുടങ്ങിയിട്ട്. ഇതുവരെ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ്. കരട് കയറിയതാണെന്ന് തോന്നുന്നു. മെക്കാനിക്ക് ഇത് തുറക്കുന്നുണ്ട്. തുറന്നിട്ട് ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. സ്ക്രൂവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അത് എല്ലാം എടുത്ത് നോക്കി റെഡിയാക്കി എടുക്കണം. കരട് കയറിയതാണെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മളതൊന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പോകുമ്പോഴേ അതിൻ്റെ അകത്തുണ്ട്. എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ സ്ക്രൂകളെല്ലാം അറിയണം. അപ്പോൾ അവിടെ ഒരു സ്ക്രൂ ഉണ്ട്. അപ്പം അതുകൂടെ അഴിക്കേണ്ട ഇതുണ്ട്. അഴിച്ചു കഴിഞ്ഞാലേ അത് പൊങ്ങി വരത്തുള്ളൂ. അത് അഴിച്ചിരിക്കുകയാണ്. ഇനി അത് പതുക്കെ പൊക്കിയെടുക്കണം. ഇതാണ് നമ്മുടെ അതിൻ്റെ ഉൾഭാഗം. നോക്കുകയാണ് എന്തെങ്കിലും വയറുകൾ എന്തെങ്കിലും വിട്ട് കിടപ്പുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്ന് ജസ്റ്റ് അടിച്ച് നോക്കുകയാണ്. അപ്പം അതൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മുടെ കരട് കയറുന്ന പെട്രോൾ കയറി വരുന്ന വാൽവിന് അഴിക്കാൻ പോവാണ്. അത് നമ്മൾ അഴിച്ച് ചോക്കിൻ്റെ അത് അഴിച്ച് മാറ്റി മാറ്റിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ പെട്രോൾ വരുന്ന ആ ഒരു ചെറിയൊരു മോട്ടറുണ്ട്. ആ മോട്ടർ ഊരാണ്. അപ്പോൾ അതിൻ്റെ അകത്തിട്ട് ജോയിനായി തേക്കുന്ന വയറുകളെല്ലാം ഊരുവാണ്. അപ്പം പെട്രോൾ നോക്കുകയാണ് വരുന്നുണ്ടോയെന്ന്. പെട്രോളിന് കുഴപ്പമൊന്നുമില്ല, ഓസിന് കുഴപ്പമൊന്നുമില്ല, വരുന്നുണ്ട്. നമ്മളത് അഴിച്ചെടുത്തിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് സ്റ്റോറേജ് ഉണ്ട് പെട്രോൾ. അത് നമ്മൾ വേറെ കുപ്പിക്കകത്തോട്ട് ഊറ്റുകയാണ്. ഊറ്റിയിട്ട് ഇതിൻ്റെ അകത്താണ് നമ്മൾ കരട് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇനി അത് ക്ലീൻ ചെയ്യണം. ഓക്കെ, അതിനാണ് ആ കുറച്ച് പെട്രോളൂടെ വേണം. അപ്പോൾ നമുക്ക് ഓസിൻ്റെ അകത്തുനിന്ന് നമുക്ക് കുറച്ച് പെട്രോൾ വലിച്ച് എടുക്കേണ്ടതുണ്ട്. അങ്ങനെ കുറച്ച് പെട്രോളൂടെ വലിച്ചെടുക്കുകയാണ്. അപ്പം നമ്മൾ ഇനി ആ ചെറിയ മോട്ടറുണ്ട്, അതുവഴിയാണ് എല്ലാം പ്രവർത്തനം നടക്കുന്നത്. സ്റ്റാർട്ടാവുന്നതും പെട്രോൾ പാസ് ചെയ്യുന്നതും വണ്ടിക്കകത്തുനിന്ന് പെട്രോൾ ഇറങ്ങിപ്പോകുന്നതും എല്ലാം. അപ്പോൾ അതിനി അഴിക്കാൻ പോവുകയാണ്. അഴിച്ചതൊന്ന് ക്ലീൻ ചെയ്യണം. പുറത്തെ ക്ലീൻ ചെയ്യാനാണ് നമ്മൾ ആ പെട്രോൾ ഊറ്റിയെടുത്തിരിക്കുന്നത്. പെട്രോൾ ഒഴിച്ച് നമ്മളത് ക്ലീനാക്കുകയാണ്. നല്ലോണം പുറത്ത് ക്ലീൻ ആക്കണം. അപ്പോൾ പൊടി പിടിച്ചിരിക്കുന്നത് നമ്മൾ അയച്ചിട്ടില്ല ഇത്രയും നാളായിട്ട്. അപ്പോൾ അത് ക്ലീനാക്കി
നല്ലോണം ക്ലീൻ ആക്കുക. അതിന് പെട്രോൾ അല്ലെങ്കിൽ ഡീസലോ എന്താണെന്ന് വെച്ചാൽ ശകലം വെച്ച് ഒഴിച്ച് കൊടുത്തൊരു ബ്രഷ് വെച്ച് തേച്ച് അത് കഴുകി വൃത്തിയാക്കണം. അല്ലാതെ പച്ചവെള്ളത്തിൽ അത് കഴുകാൻ പാടില്ല. ഡീസലോ പെട്രോളോ പക്ഷെ അത് ഒഴിച്ച് ക്ലിയർ ആക്കുക, വൃത്തിയാക്കുക. എന്നിട്ട് വേസ്റ്റ് വെച്ച് അത് തുടയ്ക്കുക. ഇത് ക്ലീൻ ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി അതിൻ്റെ അകത്ത് ഒരു സാധനം തുറക്കാനുണ്ട്. അപ്പം പുറത്ത് ക്ലീൻ ആയാലേ അകത്തത് നമുക്ക് തുറക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ പുറത്തെ അഴുക്കെല്ലാം അകത്ത് പോവും. അതുകൊണ്ടാണ് പുറമേ നമ്മൾ ഫസ്റ്റ് ക്ലീൻ ആക്കുന്നത്. ഇനി നമ്മൾ ആ ഒരു ചെറിയൊരു അടപ്പ് പോലുണ്ട്, അത് തട്ടി ഓപ്പൺ ആക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അഴുക്ക് വീഴാതിരിക്കാനാണ് നമ്മൾ പുറത്ത് ക്ലീൻ ആക്കിയത്. ഇനി നമ്മൾ അതിൻ്റെ അകത്തൊരു സ്ക്രൂ പോലെ ഉണ്ടുണ്ട്, അത് ഊരി നോക്കുകയാണ് ഒടിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. എല്ലാം ഊരി ക്ലീൻ ആക്കുകയാണ്. ക്ലീനാക്കിയത് ഫിറ്റ് ചെയ്തു. അപ്പം അതിൻ്റെ അകത്ത് ക്ലീൻ ചെയ്യുവാണ്. ഇനി നമ്മൾ ആ വാൽവ്, പെട്രോൾ വരുന്ന വാൽവ് ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ്. ഇപ്പോൾ കരട് പോയതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് അഴിച്ച് കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് എല്ലാം എടുത്ത് കളഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അത് വർക്കാവുമെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ അത് ഫിറ്റ് ചെയ്യാൻ പോവാണ്. ക്ലീൻ ചെയ്ത് എല്ലാം നമ്മൾ ഊരുന്ന പാർട്സുകളെല്ലാം പെട്രോളോ അല്ലെങ്കിൽ ഇതെല്ലാം വെച്ച് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ശേഷം മാത്രമേ ഫിറ്റ് ചെയ്യാവൂ. അല്ലെന്നുണ്ടെങ്കിൽ ആ പൊടിയോടെ തന്നെ അടുത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് പണിയാവുന്നതാണ്. അത് മുറുക്കാണ്, സ്പാൻഡർ ഇട്ടിട്ട് ഫിറ്റ് ചെയ്ത് മുറുക്കാണത്. രണ്ട് സൈഡും സ്ക്രൂ ആണ്. സ്പാൻഡർ ഇട്ട് രണ്ട് സൈഡും മുറുക്കിയതിന് ശേഷം നമ്മൾ ഫിറ്റ് ചെയ്ത് ഇനി നമ്മൾ അതെല്ലാം വയറ്, നേരത്തെ ഊരിയ വയറുകൾ എല്ലാം നമ്മൾ പെട്രോൾ നമ്മൾ പാസ് ചെയ്യുന്നതിന് നമ്മളത് വലിച്ച് പെട്രോൾ സ്റ്റാർട്ടിങ് ആക്കി ഇടുകയാണ്. കാരണം പെട്ടെന്ന് കയറി വരാൻ വേണ്ടി. ഇത്രയും നേരം നമ്മൾ ഊരിയിട്ടുകൊണ്ട് പെട്രോളെല്ലാം ആ ഹോസിൻ്റെ അകത്തുനിന്ന് താഴെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് മുകളിലോട്ട് കയറാൻ വേണ്ടി ഒന്ന് നമ്മൾ ജസ്റ്റ് വലിച്ചിട്ട് വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഒരെണ്ണോടെ ഫിറ്റ് ചെയ്യാനുണ്ട്. അങ്ങ് ഏറ്റവും അടിയിലാണ്. സ്റ്റാർട്ടാക്കാൻ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ അത് ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഫിറ്റ് ചെയ്തിട്ട് സ്ക്രൂ ഇട്ട് മുറുക്കാണ്. നമ്മൾ നേരത്തെ ഊരി വെച്ചിരുന്ന സാധനങ്ങളെല്ലാം അതായത് വയറുകളെല്ലാം ഫിറ്റ് ചെയ്ത് ഓഫാക്കിയിട്ട് ഒന്നുകൂടെ നോക്കണേ. ഓഫാക്കിയിട്ട് ഒന്നുകൂടെ നോക്കണേ. ഒരു മിനിറ്റ് ചെയ്ത് ആ